പ്രജിതേ, ഈ ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് കുറിക്കൊള്ളുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബംഗ്ലാദേശ് മൗനത്തിലാണ്. എന്താ മുന്നറിയിപ്പ്? അതായത് അത് പറയുമ്പോൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നമ്മൾ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന അതേ സമയത്ത് നടന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കിഴക്കൻ അതിർത്തിയിലാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിലെ തീസ്ത ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ത്രിദിന സൈനിക അഭ്യാസം നടന്നിരുന്നു. അതിന് പേരിട്ടിരിക്കുന്നത് തീസ്ത പ്രഹാർ എന്നാണ്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ അപ്പുറത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു, പടിഞ്ഞാറൻ അതിർത്തിയിൽ, കിഴക്കൻ അതിർത്തിയിൽ തീസ്ത പ്രഹാറും നടക്കുന്നു. മെയ് 8 മുതൽ 10 വരെ നടന്ന ഈ വൻകിട യുദ്ധാഭ്യാസമുണ്ട്. അതിൽ സൈന്യത്തിൻ്റെ വിവിധ തരത്തിലുള്ള വിഭാഗങ്ങൾ വളരെ കൃത്യതയോട് ഏകോപനത്തോടുകൂടി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന പല ആയുധങ്ങളും സംവിധാനങ്ങളുമൊക്കെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കരസേനയുടെ അഭിമാനമായിട്ടുള്ള T-20യും പിനാക മിസൈല്, ടാങ്ക് വേദ മിസൈല്, AI നിയന്ത്രിത റോബോട്ടിക് നായ്ക്കൾ, അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ഏറ്റവും സ്പീഡിൽ ചലിക്കുന്ന പ്ലാറ്റ്ഫോമുകളും ഒക്കെ തന്നെയും ഇന്ത്യ അവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വിജയവുമായിരുന്നു. അതേസമയം ഈ ത്രിദിന പരിശീലനം നടക്കുന്ന അതേ സമയത്ത് അമേരിക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലെത്തി. ഈ ധാക്കയിലെത്തി അവിടെ 4 ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അവിടുത്തെ അമേരിക്കയിലെ ലോജിസ്റ്റിക് ഡയറക്ടറായിട്ടുള്ള ടാര ലിൻ സ്ട്രൈഡറാണ് ഈ സംഘത്തെ നയിച്ചത്. ഈ 4 ഉദ്യോഗസ്ഥർ വരുന്ന അതേ സമയത്ത് തന്നെ ഒരു വലിയ ചരക്ക് വിമാനം നിറയെ ആയുധങ്ങൾ ധാക്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ മ്യാൻമറിലെ രാഖൈൻ പ്രവിശ്യ ഭരിക്കുന്ന അരാക്കൻ ആർമിയെ സഹായിക്കാനാണ് ഈ ആയുധങ്ങൾ അമേരിക്ക എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. അതെ. അപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ബംഗ്ലാദേശിലേക്കും മ്യാൻമറിലേക്കും ഇന്ത്യ തിരിച്ചയക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്കം കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ഇന്ത്യ പാക് സംഘർഷം, ബംഗ്ലാദേശിലെ ആഭ്യന്തര അസ്വസ്ഥതകൾ, മാസങ്ങളായിട്ട് മ്യാൻമറിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം, അരാക്കൻ ആർമിയുടെ മുന്നേറ്റം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ദക്ഷിണേഷ്യയിൽ ഈ സമയത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തീസ്ത പ്രഹാർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം ഫലത്തിൽ നോക്കുമ്പോൾ ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഉള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴി, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സിലിഗുരി ഇടനാഴിക്ക് സമീപമാണ് ഈ സൈനികാഭ്യാസം 3 ദിവസം നടന്നത്. ഇതേ സമയം തന്നെ, ഇതിനു മുൻപ് തന്നെ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയുടെ സഹായത്തോടു കൂടി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പിടിച്ചെടുക്കണമെന്ന് ഈ യൂനിസിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മുൻ ജനറൽ ഫസലുർ റഹ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിന്റെ തലവനാണ് യൂനിസ്. അപ്പോൾ അത് മാത്രമല്ല, യൂനിസ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞിരുന്നു ചൈനയിൽ വെച്ച്. അതായത് ഇന്ത്യയുടെ 7 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമില്ലെന്നും ബംഗാൾ ഉൾക്കടലിൻ്റെ ഏക കാവലാൾ തങ്ങളാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സൈനിക അഭ്യാസത്തിന്
തീസ്ത നദിയുടെ പേരിട്ടത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ബംഗ്ലാദേശിൻ്റെ കൃഷിയുടെ ഏതാണ്ട് 14% ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീസ്ത എന്ന് പറയുന്ന നദിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ തീസ്തയുടെ ഒഴുക്ക് ഇന്ത്യ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കുകയാണ്. ഇടക്കാല സർക്കാരായിട്ടുള്ള യൂനിസ് സർക്കാർ ചൈനയുമായിട്ട് അടുക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ, ഈ ചൈനയ്ക്ക് അങ്ങനെ ഒരു പണിയുണ്ട്. എവിടെയെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നുഴഞ്ഞു കയറും, എന്നിട്ട് അവിടെ കുട്ടിച്ചോറാക്കി അവിടെ നിന്ന് എന്തൊക്കെ നമുക്ക് ലാഭം ഊറ്റാൻ പറ്റുമോ, അവിടെ എന്ത് ലാഭക്കണ്ണുണ്ടോ അതെല്ലാം ചെയ്തു വയ്ക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം അവിടെ ചൈന ബംഗ്ലാദേശിൽ നടത്തുന്നുണ്ട്. ഈ തീസ്ത നദീജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പദ്ധതിയിൽ ചേരാൻ ഈ ബംഗ്ലാദേശ് ചൈനയെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലാൽ മൊനീർ ഘാട്ടിലെ പഴയ വിമാനത്താവളം വികസിപ്പിക്കാൻ ചൈനീസ് താവളം നേടിയെന്നും വാർത്തയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് അവിടെ പണം ഇറക്കി ആ നാടിനെ വിലക്കെടുക്കുക എന്നുള്ളതാണ്. അവരുടെ എല്ലാ സമ്പദ് വ്യവസ്ഥയും ചൂഷണം ചെയ്യാനും പറ്റും. അവിടെ എന്തൊക്കെയുണ്ടോ അത് മുതലെടുക്കാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വിഷയങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൈന ബംഗ്ലാദേശിനെ ഇത്തരത്തിൽ സഹായിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ അവിടെ ഒരു വിഷയം നിൽപ്പുണ്ട്. അത് ആളിക്കത്താനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്ന പോലെ അരാക്കൻ ആർമിയെ സഹായിക്കാനായിട്ട് US കൊണ്ടുവന്ന് ആയുധങ്ങൾ കൊടുത്തല്ലോ. പ്രതിനിധികൾ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞത് ഈ ആയുധ കരാറുമായി ബന്ധപ്പെട്ടായിരിക്കാം അല്ലേ? അതെ. അപ്പോൾ ഈ പറയുന്ന സൈനിക ഭരണകൂടത്തിനെ ചൈന പിന്തുണയ്ക്കാനുള്ള സാധ്യത അതുകൊണ്ടുകൂടി തന്നെ കൂടുതലുമാണ്. അപ്പോൾ ചൈനയ്ക്ക് പ്രാദേശികമായ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിച്ച് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ താല്പര്യമുണ്ട്. ഇത് ക്വാഡിലും മലബാർ പോലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളിലൊക്കെ വ്യക്തവുമാണ്. അപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഒരേ സമയം ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന അസ്വസ്ഥതയ്ക്ക് കാരണമാകും. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതെ, അമേരിക്കയ്ക്ക് അങ്ങനെയുള്ള അതായത് അമേരിക്ക ഈ ഘട്ടത്തിൽ പോലും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുകയും അവിടെ കൈകടത്താൻ ശ്രമിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്ന് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നയതന്ത്ര കാര്യങ്ങൾ അവർ സോൾവ് ചെയ്യുന്ന ആദ്യം ഈ പഠിച്ചവരാണ് അവർ. അതെ. അപ്പോൾ അരാക്കൻ ആർമിയായിട്ട് അമേരിക്ക ബന്ധം വയ്ക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ അമേരിക്കൻ ഇടപെടലുകൾ തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങളെ തുരങ്കം വയ്ക്കില്ലെന്ന ഉറപ്പും അവിടെ നേടുന്നുണ്ട്. ഇന്ത്യക്കും ഈ മേഖലയിൽ വലിയ താല്പര്യമുണ്ട്. രാഖൻ പ്രവിശ്യയിലെ സിത്വ തുറമുഖം ഇന്ത്യയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ കൊൽക്കത്തയെ മ്യാൻമാർ വഴി മിസോറാമുമായി ബന്ധിപ്പിക്കുന്ന കലാദാൻ മൾട്ടി മോഡൽ ഗതാഗത ഇടനാഴി ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ രാജ്യം ഗണ്യമായ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലെ ഭരണകൂടം തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത് സ്വാഭാവികവുമാണ്. അപ്പോൾ എന്തൊക്കെ തന്നെ വന്നാലും ഈ തരത്തിൽ സിലിഗുരിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും എന്താ പറയാ ആ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, ചൈന ലക്ഷ്യം വയ്ക്കുന്ന ബംഗ്ലാദേശിനും ആ ബന്ധത്തിനും ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബംഗ്ലാദേശിലെ ചിലർ നടത്തുന്ന വീരവാദങ്ങളല്ല ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കരുത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അഭ്യാസങ്ങൾ എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്കും അതേസമയം തന്നെ ബംഗ്ലാദേശിനും ഒരുപോലെ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് തീസ്ത പ്രഹാർ എന്നുള്ള വിഷയം കൊണ്ട് ഒരു സൈനിക അഭ്യാസം കൊണ്ട് ഇന്ത്യ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കഴുകൻ്റെ കണ്ണാണ്. ആ കഴുകൻ്റെ കണ്ണിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ചൈന സംരക്ഷിക്കുന്നത് കൊണ്ട് എന്ത് തോന്നിയ വാസവും ഇന്ത്യയിലേക്ക് ആകാം എന്നുള്ളത് ബംഗ്ലാദേശിൻ്റെ
ഒരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്കും ഒരു മർമ്മത്തടി കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ ആദ്യം നൽകിയത് ഒരു എന്താ പറയാ, ജലം കൊണ്ട് മുറിവേൽപ്പിക്കുകയാണല്ലോ ചെയ്തത്. സിന്ധു നദീജല കരാർ പോകില്ലാന്ന് തീരുമാനിച്ചു. അതുപോലെയാണ് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ തീസ്ത നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞാലും ബംഗ്ലാദേശ് വെട്ടിലാകും. മാത്രമല്ല, നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്താലും, ഒരു ലോഡ് യുദ്ധവിമാനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയാലും, എന്തൊക്കെ ആയുധങ്ങൾ ഇറക്കിയാലും, ഇതിനെ നേരിടാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് കൂടി തീസ്ത പ്രഹാറിലൂടെ ഇന്ത്യ തെളിയിക്കുകയാണ്. അത് സത്യത്തിൽ ബംഗ്ലാദേശിന് ഒരു വലിയ അടിയായിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശ് ഈ സൈനിക അഭ്യാസം ഇവർ നടത്തി എന്നുള്ളതോ ഇന്ത്യ നടത്തി എന്നുള്ളതോ അതുകൊണ്ട് ഞങ്ങൾ ഭയക്കില്ല എന്നുള്ളതൊക്കെ പറയേണ്ടതാണ്. പക്ഷേ അവരതിനെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല.